ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ട് വാങ്ങിയ ഒരു ഷൂ റാക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആമസോണിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. സോ ഇന്നപ്പോൾ തന്നെ വേഗം കട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തുറന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ശുഷ്കാന്തി ഉണ്ടാവുമല്ലോ, അതായിരുന്നു. അപ്പം അതിനകത്ത് തന്നെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയൽ കാർഡൊക്കെ ഉണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് കണക്ടറും പൈപ്പും ഒക്കെയാണുള്ളത്. റാക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഇത് കോയിൽസ്, ദെൻ കുറച്ച് ലെങ്ത്ത് ഉള്ളത്. അതായത് ഇത്രയാണ് ടോട്ടലി നമുക്ക് അതിൻ്റെ വിടുത്ത് വരുന്നത്. ഷൂവിൻ്റെ വിടുത്ത് വരുന്നത്, ഷൂ റാക്കിൻ്റെ വിടുത്ത് വരുന്നത് ഈ ലെങ്ത്തിലാണ്. ഒരു 3 ഷൂ ഒക്കെ വെക്കുന്ന രീതിയിലുള്ളതാണ്. പിന്നെ അതിനകത്ത് ഷൂ വെക്കേണ്ടത്, ഇത് ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ വലിയ ആൾക്കാരുടെ ഷൂ ഒക്കെ സെറ്റാകുന്ന സൈസിലുള്ള അത്രയും വിടുത്തുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ മേലെ അങ്ങനത്തെ വിടുത്തും അതിനകത്ത് 2 സൈഡിൽ കൂടി നമുക്ക് ഈ ഇത് കൊടുക്കാൻ പറ്റും. സൈഡിൽ ബ്ലാക്കും നേരെ സെൻറ്ററിൽ സിൽവർ കളറിലുള്ള പൈപ്പ് വെച്ചിട്ട് അതിൽ മേലോടെ ഈ ഷീറ്റ് ഇറക്കണം. ഈ ഷീറ്റിൻ്റെ 2 സൈഡിൽ ഹോളുണ്ട്. സോ ഈ 2 സൈഡിൽ കൂടെ ഹോളിൽ കൂടി പൈപ്പ് കയറ്റുമ്പം അത് നല്ലൊരു പ്ലെയിൻ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലെ, ഒരു ലെയർ പോലെ നിൽക്കും. അവിടെയാണ് നമുക്ക് ഷൂ വെക്കാൻ പറ്റിയുള്ള മിഡിലുള്ള സെപ്പറേറ്റ് ട്രാക്സ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഓർഡർ ചെയ്തതിൽ മൊത്തത്തിൽ 7 തട്ട് വരുന്നുണ്ട്. അപ്പം ഓരോരോ തട്ടായിട്ട് നമുക്കിങ്ങനെ ഇതേ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. 2 പൈപ്പ്, സിൽവർ പൈപ്പ്, നടുവിൽ ഈ പ്ലേറ്റ്, പേപ്പർ, അതൊരു ക്ലോത്ത് മെറ്റീരിയലാണ്, അത്ര പെട്ടെന്ന് പോകുന്നൊരു മെറ്റീരിയലല്ല. അതും അതിൻ്റെ സൈഡിൽ എഗെയിൻ ഈ ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അത് വഴിയിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ പൈപ്പ്സും ഇതും കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിലത്തെ എല്ലാതും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം 4 ഭാഗത്ത് ഇങ്ങനെ വരും. അതങ്ങനെ ആദ്യം മാറ്റി വെച്ചു. പിന്നെ ഇനിയുള്ളത് ഇതാണ് ഒരു ഷൂവിൻ്റെ ഹൈറ്റ്. അതായത് ഒരു ഷൂ ഓൾമോസ്റ്റ് 15 സെൻറ്റിമീറ്റർ ഉണ്ട് അത്. അപ്പോൾ നമുക്ക് ഷൂ ഒക്കെ അത്യാവശ്യം വലിയ ഷൂ ഒക്കെ ആണെങ്കിലും അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തന്നെ ഇതിന് ബാക്കും സൈഡും കവർ ചെയ്യുന്ന രീതിയിലാണ് ഒരു 2 റാക്ക് ഒറ്റ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സൈഡിലത്തെയും ബാക്കിലത്തെയും കവറിങ് വരുന്നത്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് തട്ട് ഫിറ്റ് ചെയ്യുക. എഗെയിൻ അടുത്ത ഇത് അതിൻ്റെ മേലെയുള്ളത് റാക്ക് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു താഴത്തെ പിന്നെ ഒന്ന് അതിന് 3 തട്ട് വരുമ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ഷീറ്റാണുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള 3 ഷീറ്റ് അങ്ങനെയുള്ളതുണ്ട്. അപ്പം ടോട്ടലി 1 2 3 ദെൻ 1 2 3 ദെൻ 1 2 അത്രയും ഹൈറ്റുള്ള ഒന്നാണ് ഞാൻ വാങ്ങിയത്. ഇതാണ് ഫസ്റ്റ് സെറ്റ് വരിക. 2 ഹൈറ്റ്, അതിന് മേലുള്ള ഒരു ടോപ്പ് കവർ വരും. ഗ്ലാസ് കവറാണ് അതിന് വരുന്നത്, ഫസ്റ്റ് ഇമേജിൽ കണ്ട പോലെ. പിന്നെ ടോപ്പിൽ അഗെയിൻ ഇതേപോലെ ലോങ് ലെങ്ത്തുള്ള പൈപ്പ് 2 സൈഡിലും കയറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഒരു റാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനി ഇത് ഫിറ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ ഒരു റാക്ക്, പിന്നെ ഒരു റാക്ക്, പിന്നെ ഈ കവറിനോട് ചേർന്നിട്ടാണ് 3ാമത്തെ ഇതും വരുന്നത്, ആ ഒരു സ്റ്റാൻഡും വരുന്നത്. ഇതിന് മുന്നേ വാങ്ങിയ ഒരു ഷൂ റാക്കിനൊക്കെ അതൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അടപ്പ് മാത്രം ഊരിപ്പോയിരുന്ന രീതിയിൽ. പക്ഷേ ഇതിങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് ആ അടപ്പിന് ഒരു പ്രോബ്ലം വരാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ വേറൊരു ബെനിഫിറ്റ്, ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2ാമത്തെ സെറ്റും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാനിത് ആദ്യം മിഡിലിൽ ഉള്ള റാക്ക് എടുത്തു. അതിന് 2 സൈഡിൽ ബാക്കിലുള്ള കുറച്ചും കൂടെ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ബാക്കിലുള്ള 2 സൈഡിലേക്ക് മേലേക്കും താഴേക്കുള്ള ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ സൈഡ് കവറും ബാക്ക് കവറും, അത് ഞാൻ പറഞ്ഞല്ലോ 2 റാക്കിനെ കവർ ചെയ്യുന്ന രീതിയിലാണ്, 2 ഷെൽഫ് കവർ ചെയ്യുന്ന രീതിയിലാണ്. എന്നിട്ട് പിന്നെ ഈ കാണുന്ന പോലെ ചുറ്റി വെച്ചിട്ട് എൻഡിൽ ചെറിയ പൈപ്പും വെച്ചിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ സെയിം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ എടുത്ത എഗെയിൻ ആ കവറും ഫ്രണ്ട് കവറും ടോപ്പും കൂടെ വരുന്ന അതേ പോർഷൻ എഗെയിൻ എടുത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച സെയിം രീതിയിൽ 2 റോ റാക്കുള്ള ഒരു ചെറിയ ഷൂ റാക്ക് പോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 3 റാക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ല ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടോ, താഴെ ഒന്ന് മേലെ ഒന്ന് പിന്നെ ഒന്ന്. ഇനി ഇതിൻ്റെ മേലേക്കുള്ളത് നെക്സ്റ്റ് ഞാൻ അവിടെ തന്നെ കണക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ഹൈറ്റ്, ചെറിയ ഹൈറ്റുള്ളത് കണക്ട് ചെയ്യണം, 2 സൈഡിൽ കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഫുൾ കവർ 3 സൈഡ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പേപ്പറാണ്. അപ്പോൾ ഇപ്പോൾ ഐഡിയ കിട്ടിയത് കൊണ്ട് ഒരേ ലെങ്ത്തുള്ള ഭാഗം അടിഭാഗത്ത് കണക്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ തിരിച്ച് വെച്ച പണി കിട്ടും. അപ്പോൾ ഒരേ രീതിയിലുള്ള ഹൈറ്റുള്ള ഭാഗം
താഴെ വെച്ചിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ പ്ലാസ്റ്റിക്കിനോട് അതേ ഹൈറ്റിൽ തന്നെ ചേർന്ന് നിൽക്കും. പക്ഷേ എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും. ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു ഷൂ ഒക്കെ വെക്കുവാണെങ്കിൽ ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പം ഇത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാലും എന്നാൽ ഭയങ്കരമായിട്ട് ഔട്ട് സൈഡിലേക്ക് എക്സ്പോസ്ഡ് ആവുകയില്ല. അങ്ങനെയുള്ള രീതിയിലാണ് അതിൻ്റെ ഇത് വരുന്നത്. ഒരു ഈസി ഫിക്സാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ല. പക്ഷേ ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. ഇപ്പം വലിയ കുഴപ്പമില്ല. നമുക്ക് ഫാസ്റ്റായിട്ട് ഓരോരോ നെക്സ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം അതിൻ്റെ മുകളിലേക്ക് അഗെയിൻ 2 സൈഡിലും സെയിം റിപ്പീറ്റഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ആ ഒരു കവറ്, ഫ്രണ്ട് കവറിങ്ങും ടോപ്പിൽ വരുന്ന ഫീൽഡും കൂടെ വീണ്ടും വയ്ക്കാൻ പറ്റും. ഓക്കെ, അതിനൊക്കെയാണ് അതേ വലിയ ലെങ്ത്തുള്ള ടോട്ടൽ വിഡ്ത്തുള്ളത് വെർട്ടിക്കലി അതിനുള്ളിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 സൈഡിലും പൈപ്പ് ആഡ് ചെയ്യണം. ദെൻ അത് ആ ബ്ലാക്ക് മെറ്റലോട്ട് പെറ്റിച്ചിട്ട്, ബ്ലാക്കിലാണ് താഴത്തേക്കും സൈഡിലേക്കുള്ള ഫിറ്റിംഗ് കൊടുക്കാനുള്ള ഹോൾസ് ഉള്ളത് ആ ബ്ലാക്ക് പൈപ്പിലാണ്. അപ്പം ആ താഴത്തേക്കുള്ള ഹോൾസ് വെച്ചിട്ട് ചെറിയ പൈപ്പ് ഫിറ്റ് ചെയ്യാം. ദെൻ ആ ലെങ്ത്ത് ഉള്ളത് വന്നിട്ട് സൈഡിലേക്കായിട്ട് വെക്കാം. സോ അതിപ്പോൾ ഇങ്ങനെ വെക്കിച്ചപ്പോൾ ഞാൻ താഴെയുള്ളതിന് കവർ ഇട്ടിട്ടില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് ചപ്പൽ ഊരി വെക്കാനും ഇതാക്കാനൊക്കെ താഴെ കവർ വെക്കേണ്ടെന്ന് വിചാരിച്ചു. മുകളിലൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് താഴെ ഡയറക്റ്റ് വെക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചു. പിന്നെ എനിക്ക് തോന്നി അതിനേക്കാൾ ബെറ്റർ വേണ്ട, താഴെയും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും തോന്നിയതപ്പം ഞാനത് വീണ്ടും ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെയാക്കി. ചെറിയ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഭയങ്കര ചെറിയ കൺസ്ട്രക്ഷനുള്ള ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നിറയെ ഫുഡ് വെയർസ് ഉണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.